ലഹരിയെ നേരിടാൻ പോലീസ് എക്സൈസ് സംയുക്ത സംവിധാനത്തിന് രൂപം നൽകാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനം. കർമ്മപദ്ധതി തയ്യാറാക്കാൻ സെക്രട്ടറി തല സമിതി രൂപീകരിക്കും. കൊറിയറുകളും അന്തർ സംസ്ഥാന ബസ് സർവീസുകളിലും പരിശോധന ശക്തമാക്കാനും തീരുമാനമെടുത്തു. വിവരങ്ങളുമായി എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷീജ, ഇന്നത്തെ ഉന്നതതല യോഗം കൈക്കൊണ്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും സംയുക്ത സംവിധാനം രൂപപ്പെടുത്താൻ തീരുമാനമെടുത്തു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം, അല്ലേ? ഏതായാലും ലഹരി എന്ന വിപത്തിനെ ചെറുക്കാനായി അതിന്റെ ക്യാമ്പയിൻ ആരംഭിക്കാനാണ് സർക്കാർ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി നിലവിലുള്ള എല്ലാ ക്യാമ്പയിനുകളും സംയോജിപ്പിച്ചുകൊണ്ട് ഏപ്രിൽ മുതൽ ആണ് ഈ ഒരു അതിവിപുലമായ ലഹരി വിരുദ്ധ നടപ്പാക്കുക എന്നുള്ള കാര്യമാണ് യോഗത്തിൽ അറിയിച്ചിരിക്കുന്നത്. മയക്കുള്ള ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ചേർന്ന യോഗത്തിൽ കൈക്കൊണ്ട ശരി, ഷീജയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലഹരിയെ നേരിടാനും പോലീസ് എക്സൈസ് സംയുക്ത സംവിധാനത്തിന് രൂപം നൽകാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനം കൈക്കൊണ്ട് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൻ്റെതാണ് തീരുമാനം. വിവിധ വകുപ്പ് മന്ത്രിമാർ, എക്സൈസിൻ്റെയും പോലീസിൻ്റെയും മേധാവികളടക്കം യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ ലഹരി നേരിടുന്നതിൻ്റെ ഭാഗമായുള്ള സംവിധാനം രൂപപ്പെടുത്താൻ കർമ്മപദ്ധതി തയ്യാറാക്കാൻ സെക്രട്ടറി തല സമിതി രൂപീകരിക്കാനും തീരുമാനിച്ചു. കൊറിയറുകളും അന്തർ സംസ്ഥാന ബസ് സർവീസുകളിലും പരിശോധന ശക്തമാക്കാനും തീരുമാനം കൈക്കൊണ്ടു.